ആര്യൻ ആളാകെ മാറി. അനുമോൾക്കെതിരെ ആര്യനെ തിരിക്കാൻ നോക്കി. പണി പാളി. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാനിന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ആദിലയും ഒക്കെ ശൈത്യ എല്ലാവരും കൂടി അക്ബറെ തിരിക്കുന്നുണ്ട്. അക്ബറെ ഭാര്യയെക്കുറിച്ച് അനുമോൾ എന്തോ പറഞ്ഞത്. പിന്നെ ആര്യനെക്കുറിച്ച് ആര്യനോട് ഇവിടെ അപ്പാനി പറയുന്നത്, നീ എന്തിനാ അവിടെ എടുത്ത് പോകുന്നത്, ഞാൻ എല്ലാവരോടും മിണ്ടുന്ന പോലെ മിണ്ടുന്നു എന്ന് അപ്പാനിയോട് ആര്യം പറയുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അതിൽ റെന ഫാത്തിമയുണ്ട്, അക്ബറുണ്ട്, ആദിലയുണ്ട്, നൂറയുണ്ട്, ശൈത്യയുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോൾ ഈ ആദില നൂറ എല്ലാവരും കൂടി നമ്മുടെ ആര്യനെ തിരികേറ്റുന്നുണ്ട്. ആര്യനോട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഇവളുമാർ പലതും പറയുന്നുണ്ടാ, നീ അതൊക്കെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആര്യം പറഞ്ഞ വാക്കുകൾ എന്നെ ഞെട്ടിച്ച്. സത്യം പറയുകയാണ്, എനിക്ക് ഗെയിം ആരോടും ഇല്ല. പിന്നെ നിങ്ങളിത് ഷോ ആണെങ്കിൽ ഒരു 2-3 ദിവസം കൂടി ഉള്ളൂ, അത് നല്ലപോലെ നിങ്ങൾ സന്തോഷമായിട്ട്, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയാം, സന്തോഷമായിട്ട് നിൽക്കുക. അല്ലാതെ നിങ്ങൾ തമ്മിൽ തെറ്റ് ഇതാ എന്ന് ആര്യം പറയുന്നുണ്ട്. അതിൽ ആര്യനെ സമ്മതിച്ചേ പറ്റുള്ളൂ. പുള്ളി ഏറ്റവും അനുമോൾക്കെതിരെ ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് ആര്യൻ. ഈ ആര്യൻ വന്നു കഴിഞ്ഞപ്പോൾ അനുമോളോട് നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ആര്യൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യാതെ അത് പുറത്തത് വേറെ രീതിയിൽ എടുക്കും. അക്ബറോട് പറഞ്ഞു, അക്ബർ ഇത് നിനക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നത്. അക്ബറും എരിവെട്ടി നിൽക്കുവാണ്. ഈ ആദില മാക്സിമം പല കാര്യങ്ങളും അനുമോൾ പറയുന്നതും പറയാത്തതും ഒക്കെ ആയിട്ട് വെച്ചു കൊടുക്കുവാണ് അക്ബർക്ക് ഇപ്പൊ പിരികെട്ടി നടക്കുവാണ്. ആദിലെ അതുപോലെ തന്നെ നേരെ തിരിക്കുവാണ് ആര്യനെ എങ്ങനെ കൂടെ വീഴ്ത്തുള്ളല്ലോ. എല്ലാവരും കൂടെ അനുമോൾക്കെതിരെ ആകണമല്ലോ. അനുമോളെ തോൽപ്പിക്കുക എന്ന മനഃപൂർവമായ ഇത് അജണ്ട ഒന്ന് മുൻ ഇറങ്ങിപ്പോയവരും അകത്തുള്ളവരും പുറത്തുള്ളവരും എല്ലാം അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ആര്യൻ ഇവരുടെ ചതിക്കുഴി വീണിട്ടില്ല. സത്യമായിട്ട് പറയുക, ആര്യന് കുറച്ച് ബുദ്ധിയുണ്ട്. ആര്യൻ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഒരാളെ മാത്രം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ 2-3 ദിവസമുള്ളൂ, നിങ്ങൾ നല്ലപോലെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഫൈനലിലേക്ക് പോകും, അല്ലാതെ ഈ വഴക്കും ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആദിലയ്ക്ക് എന്തോ വട്ടുപിടിച്ച് നടക്കുവാണ്. എങ്ങനെയെങ്കിലും ആരൊക്കെ ജയിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അനുമോള് ജയിക്കരുത്, അവളെ ഞാൻ ജയിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്നും പറഞ്ഞ് ആദില നടക്കുകയാണ്. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.